വെൽക്കം ടു മൈ ചാനൽ. ഇതെൻ്റെ ഫാമിലെ പോത്തുകളാണ് കേട്ടോ. അപ്പോൾ അവർ രാവിലെ പാടത്തേക്ക് കൊണ്ടുപോകണ വഴിയാണ്. ഒരു ടീമിനെ കൊണ്ടുപോയി കഴിഞ്ഞു. നേരത്തെ നമ്മൾ റോഡ് കടത്തി കൊണ്ടുവരുന്നവരിനൊക്കെ നമ്മൾ നേരത്തെ കൊണ്ടുപോകും. ഇത് നമ്മൾ ഫാമിൻ്റെ അടുത്ത് തന്നെ നിർത്താൻ വേണ്ടിയിട്ട് കൊണ്ടുപോകണതാണ്. അപ്പോൾ രാവിലെ കൊണ്ടുപോകണവരെ നമ്മൾ രാവിലെ നേരത്തെ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഇവിടെ അടുത്ത് ഒരു പാടത്താണ് കൊണ്ടുപോകണത്. ഇപ്പോൾ വേനൽക്കാലമൊക്കെ ആയി ഇങ്ങനെ പുല്ല് കുറഞ്ഞു തുടങ്ങി. ഇവർ ദിവസം തിന്ന് പുല്ലൊക്കെ തീർന്നു. ഇനി ഇപ്പോൾ ഫാമിൻ്റെ അടുത്തുള്ള പാടാണ് ഈ കാണുന്നത്. നല്ല ഉയരത്തിലൊക്കെ പുല്ല് ഇവിടെ നിറച്ചിട്ടുണ്ടായിരുന്നു. ഈ അറ്റം നോക്കിയാൽ അറ്റമൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. ഇവരതൊക്കെ പെട്ടെന്ന് തന്നെ തീർത്തതാണ്. കൂടുതൽ എണ്ണത്തിന് നമ്മൾ നേരത്തെ കൊണ്ടുപോയിട്ട് കൂടുതൽ പുല്ലുള്ള സ്ഥലമുണ്ട് വേറെ, അവിടെ കൊണ്ടുപോകും. ഇനിയിപ്പോൾ വേനൽക്കാലമായി പുല്ല് തീരുമോ അങ്ങനെയൊക്കെ ഒരു പേടിയുണ്ട്. എന്താവെന്ന് അറിയില്ല. ഇപ്രാവശ്യം ബുദ്ധിമുട്ടിലാവുമെന്നൊന്നും അറിയില്ല. 2-3 സ്ഥലത്തേക്കൊക്കെ ഞങ്ങൾ മേയാൻ വിടുന്നുണ്ട്. ഇപ്പോൾ ഫാം നടത്തുന്നവരൊക്കെ ഈ പുല്ലരിഞ്ഞ് കൊണ്ടുപോയിട്ട് മിക്കവാറും പേര് പുല്ലരിഞ്ഞിട്ടാണ് കൊടുക്കണം ഞാൻ കണ്ടേക്കണേ. നമ്മുടെ പോലെ ഇത് ഇങ്ങനെ അഴിച്ചിട്ട് തീറ്റണ ഫാം ഞാൻ കണ്ടിട്ടില്ല. ചിലപ്പോൾ ഉണ്ടായിരിക്കാം, ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇവർ ചവിട്ടി പുല്ല് കുറേ നാശമാക്കും. പോത്തുകൾക്ക് അങ്ങനെയുണ്ടൊരു പ്രശ്നം. ഇഷ്ടംപോലെ പുല്ലുണ്ടെങ്കിലും അവർ നടന്ന് ചവിട്ടി അതൊക്കെ നാശമാക്കും. കുറച്ച് ഇങ്ങനെ നടന്ന് തിന്നുകൊണ്ടേയിരിക്കും. ഇനിയിപ്പോൾ കൈത്തീറ്റയും പുല്ലൊക്കെ മിക്സാക്കി കൊടുത്ത് തുടങ്ങണം. ഇതിപ്പോൾ ഇങ്ങനെ വൈകുന്നേരം ആകുമ്പോഴേക്കും കൈത്തീറ്റൊക്കെ ഇനി കൊടുക്കേണ്ടി വരും കുറേശ്ശെ. പലരും പോത്തിനെ വളർത്തണത് ക്രിസ്തുമസിന് വിൽക്കാനും പെരുന്നാളിന് വിൽക്കാനാണല്ലോ. ഞങ്ങൾ പരമാവധി പെരുന്നാളിനാണ് വിൽക്കാറ്. ജൂണിലാണ് എല്ലാ വർഷവും നമ്മൾ കൊടുക്കാറ്. അപ്പോൾ നമുക്ക് കുഴപ്പമില്ലാത്ത വില കിട്ടാറുണ്ട്. ക്രിസ്തുമസിന് ഞങ്ങൾ ഇതുവരെ കൊടുത്തിട്ടില്ല. പെരുന്നാളിനാണ് ഇതുവരെ എല്ലാ വർഷം ഒരു 5-6 വർഷമായിട്ട് പെരുന്നാളിന് മാത്രമാണ് നമ്മൾ കൊടുക്കാറ്. നമ്മൾ കുട്ടികളെ ഇറക്കാറുണ്ടായിരുന്നു. കുട്ടികളെ ഇപ്പോൾ കുറച്ചധികം നാളായി ഇറക്കിയിട്ട്. എന്താണെന്ന് വെച്ചാൽ വണ്ടി പിടിക്കൽ കാരണം ഈ പർച്ചേസിന് പോയി കഴിഞ്ഞാൽ തിരിച്ചെത്തണ വരെ ടെൻഷൻ അടിച്ചിരിക്കണം. വണ്ടി പിടിച്ച് തിരിച്ച് കിട്ടുമോ എന്നുള്ള ടെൻഷനിൽ. അതുകൊണ്ട് ടെൻഷൻ അടിക്കാൻ വയ്യ. അതുകൊണ്ടാണ് ഇപ്രാവശ്യം കുട്ടികളെ ഇറക്കാഞ്ഞപ്പോൾ വണ്ടി പിടിക്കൽ കൂടുതലാണ്. എല്ലാവരുടെ ലോഡും പിടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പൈസ കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഇറക്കാനായിട്ടൊരു പേടി. കുട്ടികളത് കാരണം ഇപ്പോൾ ഇറക്കിയിട്ട് കുറച്ച് നാളായി. ഈ വലിയ പോത്തുകൾ കുറച്ചധികം ഉണ്ട്. ഇതിന് തന്നെ ശ്രദ്ധിക്കുകയാണ് പെരുന്നാൾക്ക് കൊടുക്കാനായിട്ട്. കുട്ടികൾ ആവശ്യക്കാർ ഇപ്പോഴും ഇഷ്ടം പോലെ വിളിക്കുന്നുണ്ട്. പക്ഷേ റിസ്ക്കാണ് ഇപ്പോൾ കൊണ്ടുവരാൻ. അതുകൊണ്ടാണ്. എൻ്റെ ഹസ്ബൻഡിനാണെങ്കിൽ വേറെ ബിസിനസ്സാണ്. അപ്പം ഞാൻ തന്നെ ഇത് മാനേജ് ചെയ്യണം. എനിക്കപ്പോൾ ഈ പർച്ചേസ് കുട്ടികളെ എടുക്കാനായിട്ട് ആ പയ്യൻ പോകുമ്പോൾ തുടങ്ങി തിരിച്ച് വരുമ്പോൾ വരെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കണം. വണ്ടി പിടിക്കുമോ കിട്ടുമോ എന്നൊക്കെ ഓരോരുത്തർ മറ്റു പലരും പോത്ത് കുട്ടികളെ എടുക്കാൻ പോകുമ്പോൾ വണ്ടി പിടിച്ചിട്ടും തിരിച്ച് കിട്ടാണ്ടും ഒരുപാട് പൈസ പോയിട്ട് ഇരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് എനിക്ക് റിസ്ക് എടുക്കാൻ മടിയായിട്ട് ഞാനിപ്പോൾ ഇറക്കണില്ല കുട്ടികളെ. പിന്നെ അവരിത് പാടത്തുനിന്ന് വന്നൊരു 3 മണി ആയോടുകൂടി നേരെ അവർ ഫാമിലൊരു 10 കുളമുണ്ട്. അപ്പോൾ പാടത്തുനിന്ന് അവർ തന്നെ നേരെ വന്നിട്ട് ഈ കുളത്തിലിറങ്ങി അവർ തന്നെ കുളിക്കും. അവർ 1-2 മണിക്കൂർ കുളത്തിൽ കിടന്ന് 3 മണി കഴിഞ്ഞ് ഒരു 5 മണിയോട് കൂടി അവർ തന്നെ കയറും. ഇതേ കണ്ടോ, ഫാമിലുള്ള കുളമാണത്.